എന്റെ ചോദ്യം ഇതാ ഈ മാറുന്ന വരെ ഇപ്പൊ ഇവിടെ സ്നേക്സ് ഉണ്ടെന്ന് അവയറാ. ഈ ഒരു ബേബീനെ ഒരു ചൈൽഡോ സ്റ്റാഫോ ആരായിക്കോട്ടെ അവര് സ്നേക്ക് കടിച്ചാല് ആരാ റെസ്പോൺസിബിൾ ആണെന്ന്? കുമാരമംഗലം പഞ്ചായത്തിലെ പൈങ്കുളം 66 നമ്പർ അങ്കണവാടിയാണ് അധികാരികളുടെ കടുത്ത അനാസ്ഥയെ തുടർന്ന് ഇപ്പോൾ മരണക്കെണിയായി മാറുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ പാമ്പുകളോടും പകർച്ചവ്യാധികളോടും മല്ലടിച്ച് കഴിയുന്ന ഈ കുരുന്നുകളുടെ ജീവന് ഒരു വിലയുമില്ലേ എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുന്നത്. എന്റെ പേര് ജോൺ ഫിലിപ്പോസ്. ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ഗസ്റ്റ് ഹൗസിന്റെയും ഈ ബിൽഡിങ്ങിന്റെയും കെയർ ടേക്കറാ. ഇവിടുത്തെ അംഗൻവാടിയുടെ സ്ഥിതി കണ്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി. ഒന്ന് കണ്ട് അടുത്തോട്ട് വന്നത് കാണാം. ഇവിടുത്തെ സിറ്റുവേഷൻ പിള്ളേരൊക്കെ ഇവിടെ കിടക്കുന്നത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അന്ന് ഇവിടെ നേരെ പുറയിൽ അന്ന് ടീച്ചർ എന്നെ വിളിച്ച് അവിടെ ഒരു ഹോളിനകത്ത് ഒരു പാമ്പ് അതിന്റെ തല മാത്രം വെളിയിലോട്ട് ഇട്ടിരിക്കുന്ന കാഴ്ച. അവിടെ മൊത്തം വേസ്റ്റ് ആണ്. ഇന്നലെ ഭായിമാരെയും കൂട്ടി ആ ചപ്പ 2 ചാക്ക് പ്ലാസ്റ്റിക് കുപ്പിയും മെഡിസിൻ ബോട്ടിൽസും എല്ലാം നമ്മൾ പിക്കപ്പ് ചെയ്ത് 2 ചാക്ക് ഫുള്ള് ബാക്കിയുള്ള വേസ്റ്റ് അവിടെ ബേൺ ചെയ്ത് കളഞ്ഞു. അവിടെയും ബേൺ ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടുത്തെ അകത്തെ സ്ഥിതി കാണിക്കാം. ഞാൻ ഈ പിള്ളേർക്ക് ഇവിടെ ആ പിള്ളേരെ കിടക്കുന്നത് ഇവിടെ പാമ്പോ ഇവിടെ വന്നെങ്കിൽ ഇത്രയും പിള്ളേർ ഇവിടെ കിടക്കുക. ഇവിടെ അവരുടെ കിച്ചണ്. ഈ കിച്ചനകത്ത് ഒരു ബലൂൺ പോലും ഇട്ടിട്ടില്ല. ഒരു ഇരുട്ടൊരു സ്ഥലത്താ ഇവിടെ പാമ്പ് കാത്തിരിക്കുവാനോ അതുപോലും കാണാൻ ഒക്കത്തില്ല. അത്രയ്ക്ക് ഈ ജനല അവിടെ നത്തിങ് ഉണ്ടെങ്കിൽ തന്നെ ഈ കോർണറിൽ നിന്ന് പാമ്പ് ഈസിയായിട്ട് കയറി വരാം. അതുപോലെ തന്നെ ഇവിടുത്തെ കക്കൂസ് അതിന്റെ സെപ്റ്റിക് ടാങ്ക് ഇല്ല. പിള്ളേർക്ക് കക്കൂസ് പോകണമെങ്കിൽ എന്തോ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. ഇവിടെ വെള്ളം ഉണ്ടോ, പക്ഷെ കക്കൂസിനകത്ത് സെപ്റ്റിക് ടാങ്ക് ഇല്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചതാ ഇവരോട് ഇവിടെ വാടകയ്ക്ക് ഈ റൂം എടുത്തപ്പോ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു പഴയ കെട്ടിടത്തിലാണ് വർഷങ്ങളായി ഇവിടെ പിഞ്ചുകുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ പൊതുജന നികുതി പണം മുടക്കി തൊട്ടടുത്ത് പുതിയ ഹൈടെക് കെട്ടിടം പണിത് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയിട്ടും ഈ കുരുന്നുകളെ അങ്ങോട്ട് മാറ്റാൻ ഉദ്യോഗസ്ഥ ഭരണവർഗത്തിന് ഇനിയും മനസ്സ് വന്നിട്ടില്ല. വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് നിലവിൽ ഈ ബാലവാടി പ്രവർത്തിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു കക്കൂസ് പോലുമില്ലെന്നതാണ് ഏറ്റവും ലജ്ജാകരം. സെപ്റ്റിക് ടാങ്ക് പോലും നിർമ്മിക്കാതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു ക്ലോസറ്റ് മാത്രം ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അധികൃതർ. തന്മൂലം കുട്ടികൾക്ക് മൂത്രമൊഴിക്കാൻ തൊട്ടടുത്ത പറമ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. മലമൂത്ര വിസർജനത്തിനായി തൊട്ടടുത്തുള്ള മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിലേക്കാണ് അധ്യാപകർ കുട്ടികളെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ റോഡ് മുറിച്ചു കിടന്ന് പ്രാഥമിക കൃത്യത്തിന് പോയ ഒരു കുട്ടി തലനാരിഴക്കാണ് വലിയൊരു വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇതുമാത്രമല്ല, നിലവിലെ അങ്കണവാടി കെട്ടിടവും പരിസരവും ഇപ്പോൾ വിഷപ്പാമ്പുകളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ബാലവാടിയോട് ചേർന്നുള്ള മതിലുകളിലും കയ്യാലകളിലും നിറയെ പാമ്പിൻ മാളങ്ങളാണ് ഉള്ളത്. ഈ മാളങ്ങളിൽ നിന്ന് പാമ്പുകൾ നിരന്തരം പുറത്തേക്ക് വരുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പാമ്പുകൾക്ക് സുഖമായി കയറി വരാൻ സാധിക്കും. ആവശ്യത്തിന് വെളിച്ചം പോലുമില്ലാത്ത ഈ ഇടുങ്ങിയ മുറിക്കുള്ളിൽ പാമ്പുകൾ പതുങ്ങിയിരുന്നാൽ പോലും തിരിച്ചറിയാൻ കഴിയില്ല. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള ബാലമരണങ്ങൾ വലിയ ചർച്ചയാകുന്ന ഈ കാലഘട്ടത്തിലും പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ചാണ് അധികാരികൾ ഈ ചൂതുകളി തുടരുന്നത്. ഇവിടെ ഈ ടൈൽസ് കണ്ടോ ഇവിടെ ഇരിക്കുന്നേ? ഈ ടൈൽസിന്റെ അകത്ത് വരെ പാമ്പ് പാത്തിരിക്കാം. ഇത് ഭായിമാരുടെ പരസ്യമാ. അവിടെ ഇന്നലെ അവർക്ക് ഇവിടെ ആണെങ്കിൽ ഡോറുണ്ട്. പാമ്പ് വേണമെങ്കിൽ ഇതിൽ കൂടെ കയറി വരാം. എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് കയറാം.
ഇവിടെയൊക്കെ നിറച്ച് പൊത്താണല്ലോ, ഇവിടെ എല്ലാം പാമ്പ് കാണും കേട്ടോ. എലി, പാമ്പ്. പിള്ളേർ ഒട്ടും സേഫ് അല്ല ഇവിടെ. ഇതെല്ലാം കേറി പോവാം അല്ലേ? പോവാം. ചേട്ടാ, ചേട്ടന് മറ്റേ പൈങ്കുളം ആശുപത്രിയുടെ കെട്ടിടമാണ് ഇതില്ലേ പരിപാടി? അതെ. അപ്പൊ ഈ പൈങ്കുളം അത് ഗസ്റ്റ് ഹൗസും അതിന്റെ കെയർടേക്കറാണ് ഞാൻ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം ഇവിടെയുള്ള അധികാരികളെ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ സിസ്റ്റർ ഡോക്ടർ ഷോലി അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റർ മേഴ്സി കുര്യൻ ഡയറക്ടർ, സിസ്റ്റർ ജീന മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മദർ സിസ്റ്റർ ടെസിനെയും അറിയിച്ചിട്ടുണ്ട്. ഫോട്ടോയും വീഡിയോയും ഞാൻ എടുത്തത് അയച്ചിട്ടുണ്ട്. അവര് പഞ്ചായത്ത് അധികാരികളെ അവരെ അറിയിച്ചിട്ടുണ്ടോ എന്തോ ഈ സിറ്റുവേഷൻ ഇതാണെന്ന്? ഈ സിറ്റുവേഷന്റെ കാര്യം ഞാൻ മാഡം ജൂലിയോട് ഞാൻ ഫോൺ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഈ സിറ്റുവേഷൻസ് നമ്മുടെ പഞ്ചായത്ത് അധികൃതരോട് അറിയിച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് സുമേഷിനെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വാർഡ് മെമ്പർ, ഇപ്പത്തെ വാർഡ് മെമ്പറുടെ ഹസ്ബൻഡ് സുമേഷിനെ അറിയിച്ചിട്ടുണ്ട്. മെമ്പറിന്റെ ഭാഗത്ത് ഒരു പ്രതികരണം എന്തായിരുന്നു? ഒരു ഹോപ്പ് ഉള്ളത്, പുള്ളി പറഞ്ഞു ജൂൺ മിഡിൽ ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആവും, അതുവരെ എങ്ങനെയെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യോട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ജൂണിൽ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ പാമ്പുകളൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർ പാമ്പ് കൂടും. ഈ സ്നേൽസ് പറഞ്ഞ സ്നേൽസിന്റെ ശല്യം ഇപ്പൊ തുടങ്ങി. ഇപ്പൊ അതും കൂടും. അപ്പം തികച്ചും അനാരോഗ്യകരമായ ഒരു അവസ്ഥയിലാണ് പിള്ളേരിവിടെ കഴിയുന്നത്. ഒരു വല്ലാത്ത സിറ്റുവേഷൻ. ചിൽഡ്രൻ ആണെങ്കിൽ ഒരു ബ്രൈറ്റ്ലി ലിറ്റ് ഫെസിലിറ്റീസ് വേണം. ബാത്റൂം ഒന്ന് എമർജൻസി കക്കൂസി പോന്നെങ്കിൽ തന്നെ പിള്ളേർ എന്തോ ഇപ്പൊ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. കക്കൂസ് ഇല്ലാത്ത ഒരു അംഗൻവാടി ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിള്ളേർക്ക് അവിടെ ഒരാൾ ഡൊണേറ്റ് ചെയ്തു ഇന്ത്യൻ ടോയ്ലറ്റ്, പക്ഷെ സെപ്റ്റിക് ടാങ്കും ഇല്ലാഞ്ഞുകൊണ്ട് അതും ഇപ്പൊ നടക്കുന്നില്ല. പുതിയൊരു ബാലവാടി 10ാം വാർഡിൽ പണിതിട്ടുണ്ടല്ലോ, അങ്ങോട്ട് എന്താ കുട്ടികളെ മാറ്റാതെ? ഒക്ടോബറില് അത് ഇനോഗ്രേഷൻ നടന്നതാ. എന്നിട്ട് കുട്ടികളെ അങ്ങോട്ട് ഇതുവരെ മാറ്റിട്ടില്ല. അവിടെ കറണ്ട് കിട്ടിയിട്ടില്ല, അവിടെ വാട്ടർ കണക്ഷൻ കിട്ടിയിട്ടില്ലെന്ന് ഇത് പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒക്ടോബർ മുതൽ പറഞ്ഞ. എന്റെ ചോദ്യം ഇതാ, ഈ മാറുന്ന വരെ ഇപ്പൊ ഇവിടെ സ്നേക്സ് ഉണ്ടെന്ന് അവയറാ, അവർക്കറിയാം. ഒരു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു പാമ്പ് ഇന്നത്തെ കാര്യം ഒരു കുട്ടിയെ കടിച്ച് കുട്ടിക്ക് വല്ലതും പറ്റിയെങ്കിൽ ആശുപത്രിയെ ബ്ലെയിം ചെയ്യുമോ എന്നാ ക്വസ്റ്റ്യൻ എനിക്ക്. ആരാ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്? ഈ ഒരു ബേബിനെ അവിടെ ഒരു ചൈൽഡോ സ്റ്റാഫോ ആരായിക്കോട്ടെ, അവര് സ്നേക്ക് കടിച്ചാൽ ആരാ റെസ്പോൺസിബിൾ ആയിരുന്നു? കഴിഞ്ഞ ഒക്ടോബറിലാണ് മുൻ വാർഡ് മെമ്പർ ഉഷ രാജശേഖരൻ ഇഷ്ടദാനമായി നൽകിയ സ്ഥലത്ത് അന്നത്തെ വാർഡ് മെമ്പർ സുമേഷ് പാറച്ചാലിന്റെ നേതൃത്വത്തിൽ പുതിയ ഹൈടെക് കെട്ടിടം പണി തീർത്ത് ഉദ്ഘാടനം ചെയ്തത്. 1 മാസത്തിനകം കുട്ടികളെ മാറ്റുമെന്നായിരുന്നു അന്ന് നൽകിയ ഉറപ്പ്. കറണ്ട് കണക്ഷനും വാട്ടർ കണക്ഷനും കിട്ടിയില്ല എന്ന ബാലിശമായ ന്യായമാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. ഈ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത അധികാരികളുടെ മൗനം അത്യന്തം പ്രതിഷേധാർഹമാണ്. കുമാരമംഗലം പഞ്ചായത്തിലെ ഉത്തരവാദപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഈ കുരുന്നുകളുടെ ദുരവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നും കുഞ്ഞുങ്ങളെ പുതിയ ഹൈടെക് കെട്ടിടത്തിലേക്ക് അടിയന്തരമായി മാറ്റണമെന്നുമാണ് ആവശ്യപ്പെടാനുള്ളത്.